ഇതിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നത് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിലേക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. വിവിധ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇപ്പം ഒട്ടനവധി നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, 4-5 നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതിൽ 4 നോട്ടിഫിക്കേഷൻ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ കയറിയിട്ട് നിങ്ങൾക്ക് വീഡിയോസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാം. നിങ്ങൾക്ക് തമ്പനയിൽ നോക്കിയാൽ മതി. ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഒരു 2 വീക്സ് മുൻപ് നമ്മൾ ചെയ്ത വീഡിയോ ആണ്. BSF റിക്രൂട്ട്മെൻറ്റ് കാണാം. SSLC, ITI, +2, ഡിപ്ലോമ, ഡിഗ്രി ഒക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്ന മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യുന്ന ആ ഒരു നോട്ടിഫിക്കേഷൻ ആണ്. ഏകദേശം 4 നോട്ടിഫിക്കേഷൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാത്തവരാണെങ്കിൽ ഈ വീഡിയോ കാണുക കേട്ടോ നിങ്ങൾ. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് ഇതിലേക്ക് ഗ്രൂപ്പ് ബി ആൻഡ് ഗ്രൂപ്പ് സി വേറെയും നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇതിൻ്റെ വാട്ടർ വിങ്ങിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ, ദെൻ നമുക്കൊരു 1 lakhിലേക്ക് ഉള്ള ഒരു എന്താണ് ഇനി കുറച്ചും പാടായി കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് 58-60 40,000-ഓളം ആയി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് 1 lakh ഒക്കെ നമുക്ക് അടിക്കുമ്പോൾ നമുക്ക് ആ പ്ലേ ബട്ടണൊക്കെ കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടാവണേ. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നമുക്ക് നോക്കാം. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. ഇതിലേക്ക് മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഇൻട്രസ്റ്റഡ് ആയുള്ള മെയിൽ കാൻഡിഡേറ്റ്സിന് ഇതിലേക്ക് ഗ്രൂപ്പ് ബി ഗ്രൂപ്പ് സി കാറ്റഗറിയിലേക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇതിൽ കാണാൻ നിങ്ങൾക്ക് SI മസ്റ്റർ, അതുപോലെ SI എഞ്ചിനീയർ, അതുപോലെ തന്നെ ഹെഡ് കോൺസ്റ്റബിൾ മസ്റ്റർ, അതുപോലെ തന്നെ ഹെഡ് കോൺസ്റ്റബിൾ എഞ്ചിൻ ഡ്രൈവർ, അതുപോലെ ഹെഡ് കോൺസ്റ്റബിൾ വർക്ക്ഷോപ്പ്, അതുപോലെ കോൺസ്റ്റബിൾ ക്രൂ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വിവിധ എന്താണ് വേക്കൻസിയിലാണ് വിളിച്ചിരിക്കുന്നത്. 162 വേക്കൻസിയാണ് ടോട്ടൽ വിളിച്ചിരിക്കുന്നത്. പിന്നെ എക്സ് സർവീസ്മാൻ റിസർവ്ഡ് ആയിട്ട് വേക്കൻസി വേറെ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിപ്പം സബ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് 35,000 മുതൽ 1,12,000, അത് ലെവൽ 6 ആണ് പേ ലെവൽ വരുന്നത്. അതുപോലെ ഹെഡ് കോൺസ്റ്റബിൾ എന്ന് പറയുന്നതാണെങ്കിൽ 25,000 മുതൽ 81 ആണ്. പിന്നെ അതുപോലെ തന്നെ കോൺസ്റ്റബിൾ ക്രൂ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 21,700 മുതൽ 69,000 ആണ് ഇതിൻ്റെ പേ സ്കെയിൽ വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതാ ജനറൽ OBC SC ST ഇങ്ങനെ ഓരോ കാറ്റഗറി വൈസ് വേക്കൻസി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ പറയുന്ന അപ്പോൾ സബ് ഇൻസ്പെക്ടർ എഞ്ചിൻ ഡ്രൈവർ ആണെങ്കിൽ നിങ്ങൾക്ക് ജനറൽ വേക്കൻസി ഇല്ല കേട്ടോ. അപ്പോൾ ഇതിൽ വേക്കൻസി പറഞ്ഞാൽ OBC SC STക്ക് വേക്കൻസി ഉള്ളൂ. അപ്പോൾ അവർക്ക് ആ കാൻഡിഡേറ്റ്സിന് മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ജനറൽ വേക്കൻസിൻ്റെ ഏത് കാൻഡിഡേറ്റ്സിന് വേണമെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ബാക്കിയുള്ളതിലേക്കൊക്കെ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ വേക്കൻസി വെച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ പറയുന്ന ഹെഡ് കോൺസ്റ്റബിൾ വർക്ക്ഷോപ്പിലേക്ക് തന്നെ വിവിധ ട്രേഡ് വിളിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് മെക്കാനിക്ക്, അത് ഡീസൽ ഓർ പെട്രോൾ എഞ്ചിൻ, അതുപോലെ തന്നെ ഇലക്ട്രീഷ്യൻ, AC ടെക്നീഷ്യൻ, ഇലക്ട്രോണിക്സ്, മെഷീനിസ്റ്റ്, കാർപ്പൻറ്റർ, പ്ലംബർ, ഇങ്ങനെ തുടങ്ങി വിവിധ എന്താണ് ട്രേഡ് വൈസ് വേക്കൻസീസ് വേറെ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓരോ ട്രേഡ് വൈസ് വേക്കൻസീസ് നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് നോക്കിയിട്ട് ചെയ്യാൻ. ടോട്ടൽ 13 വേക്കൻസി ഇതിൽ തന്നെ വിളിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മറ്റേതൊക്കെ വേറെ സെപ്പറേറ്റ് വേക്കൻസിയും കൂടെ കാണാം കേട്ടോ. ടോട്ടൽ വേക്കൻസി SI 7, ദെൻ SI എഞ്ചിൻ ഡ്രൈവർ ആണെങ്കിൽ 4, 35, 87 നിങ്ങൾക്ക് കൂടെ കാണാം. അപ്പോൾ ഇതിൽ തന്നെ നിങ്ങൾക്ക് ഹെഡ് കോൺസ്റ്റബിൾ വർക്ക്ഷോപ്പിലേക്ക് 13 വേക്കൻസി ഉണ്ട്. അത് വിവിധ ട്രേഡുകളാണ് വിളിച്ചത്. അതാണ് ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. കൺഫ്യൂഷൻ കൊണ്ടടിച്ചാണ് റിപ്പീറ്റ് ചെയ്തത്. ഇനി നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ എലിജിബിലിറ്റി കണ്ടീഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് ഈ പറയുന്ന SI മസ്റ്റർ ആണെങ്കിൽ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ +2 പാസ്സായിരിക്കുക എന്നുള്ളതാണ്. ദെൻ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എന്തുപാട് വേണമെന്ന് വെച്ചാൽ +2 തുല്യമായുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കും. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് 2nd ക്ലാസ് മസ്റ്റർ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. സെൻട്രൽ സ്റ്റേറ്റ് ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് അതോറിറ്റിയിൽ നിന്നൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അടുത്ത SI എഞ്ചിൻ ഡ്രൈവർ ആണെങ്കിൽ നിങ്ങൾക്ക് +2 പാസ് ആയിരിക്കണം, പ്ലസ് ഫസ്റ്റ് ക്ലാസ് എഞ്ചിൻ ഡ്രൈവർ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടായിരിക്കണം കേട്ടോ. സെൻട്രൽ സ്റ്റേറ്റ് നിങ്ങൾക്ക് ഈ പറയുന്ന ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് അതോറിറ്റിയിൽ നിന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത് നിങ്ങൾക്ക് ഹെഡ് കോൺസ്റ്റബിൾ മസ്റ്ററാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് 10th ക്ലാസ് പാസ്സായിരിക്കുക, പ്ലസ് നിങ്ങൾക്ക് സെറങ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. ഇതിനടുത്ത് നിങ്ങൾക്ക് ഹെഡ് കോൺസ്റ്റബിൾ മസ്റ്ററാണ്. അതിലേക്ക് നിങ്ങൾക്ക് 10th ക്ലാസ് പാസ്സായിരിക്കുക, പ്ലസ് നിങ്ങൾക്ക് സെറങ്ങിലുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഇതിനടുത്ത് ഹെഡ് കോൺസ്റ്റബിൾ എഞ്ചിൻ ഡ്രൈവർ ആണെങ്കിൽ നിങ്ങൾക്ക് 10th ക്ലാസ് പാസ്സായിരിക്കുക, പ്ലസ് നിങ്ങൾക്ക് എന്താണ് 2nd ക്ലാസ് എഞ്ചിൻ ഡ്രൈവർ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇതിനടുത്ത് നിങ്ങൾക്ക് ഹെഡ് കോൺസ്റ്റബിൾ വർക്ക്ഷോപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ വിവിധ അതായത് 10th ക്ലാസ് പാസ്സായിരിക്കണം, പ്ലസ് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ITI ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അത് ഈ പറയുന്ന ട്രേഡുകളാണ്. മോട്ടോർ മെക്കാനിക്ക്, അതുപോലെ തന്നെ അതിൽ തന്നെ ഡീസൽ ആൻഡ് പെട്രോൾ എഞ്ചിൻ രണ്ടുണ്ട്. പിന്നെ ഇലക്ട്രീഷ്യൻ, AC ടെക്നീഷ്യൻ, ഇലക്ട്രോണിക്സ്, മെഷീനിസ്റ്റ്, കാർപ്പൻട്രി ആൻഡ് പ്ലംബിംഗ് തുടങ്ങിയിട്ടുള്ള ഏതെങ്കിലും ഒരു ട്രേഡിൽ നിങ്ങൾക്ക് ITI കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഹെഡ് കോൺസ്റ്റബിൾ വർക്ക്ഷോപ്പിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന വിവിധ വർക്ക്ഷോപ്പിലേക്കായിട്ടാണ് വേക്കൻസി, വിവിധ ട്രേഡ് വൈസ് ആണ് വേക്കൻസി ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ITI നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യട്ടെ. യാതൊരു എക്സ്പീരിയൻസോ കാര്യങ്ങൾ വേണ്ട. പിന്നെ കോൺസ്റ്റബിൾ ക്രൂ ആണ്. നിങ്ങൾക്ക് 10th ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ളതാണ്. അതിന് കൂടെ നമുക്ക് ഒരു 265 HP താഴെയുള്ള ബോട്ട് ഓപ്പറേറ്റ് ചെയ്തുള്ള ഒരു എക്സ്പീരിയൻസ്, 1 year എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ സ്വിമ്മിങ് അറിയണം എന്നുള്ളതാണ്. ഡീപ്പ് വാട്ടറിൽ നമുക്ക് സ്വിം ചെയ്യാൻ അറിയണം കേട്ടോ. ഓക്കെ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ദെൻ അടുത്ത് നമുക്ക് ഏജ് ലിമിറ്റ് ആണ്. ഇതിലേക്ക് SI അതുപോലെ ഈ പറയുന്ന പോസ്റ്റിലേക്ക് 22 to 28 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. OBC ആണെങ്കിൽ അവർക്ക് 31 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. SC ST ആണെങ്കിൽ അവർക്ക് 33 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ദെൻ ഇതിൽ നിങ്ങൾക്ക് ഹെഡ് കോൺസ്റ്റബിൾ അതുപോലെ കോൺസ്റ്റബിൾ ക്രൂ ആണെങ്കിൽ അതിലേക്ക് നിങ്ങൾക്ക് 20 to 25 ഏജ് ലിമിറ്റ്. അപ്പോൾ SC ST ആണെങ്കിൽ നിങ്ങൾക്ക് 30 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം ഇതിലേക്ക്. ദെൻ OBC ആണെങ്കിൽ നിങ്ങൾക്ക് 28 വയസ്സ് വരെയും അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഏജ് കണക്കാക്കുന്ന ഡേറ്റ് 1/7/2024 ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏജ് ഓക്കെ ആണോ എന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് നമ്മളൊരു ടൂൾ ഉണ്ട് കേട്ടോ.
നിങ്ങൾക്ക് ഇതാ ഈസി ടൂൾസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. ഈസി ടൂൾസിൽ നമുക്ക് ഏജ് കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞിട്ടൊരു കാൽക്കുലേറ്റർ ഉണ്ട്. അതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ പറയുന്ന ഡേറ്റ് ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഈ ഡേറ്റ് ഇട്ട് കൊടുക്കുക 1/7/2024 ഏജ് അറ്റ് ദ ഡേറ്റ് എന്നുള്ളിടത്ത് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് എന്നുള്ളിടത്ത് നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്താൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഈ പറയുന്ന ഇയറും മന്തും ഡേ ഒക്കെ അതിൽ കാണിക്കും. ഇനി ഇതിൻ്റെ റിലാക്സേഷൻ നമ്മൾ പറഞ്ഞു, SC/ST 5 വർഷം, OBC 3 വർഷം ഏജ് റിലാക്സേഷൻ, എക്സ് സർവീസ്മാനൊക്കെ നിശ്ചിതമായ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. പിന്നെ ഇതിലേക്ക് നിശ്ചിതമായുള്ള ഫിസിക്കൽ സ്റ്റാൻഡേർഡ് വേണം. SC/ST അതുപോലെ ആദിവാസി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 160 സെൻറ്റിമീറ്റർ ഹൈറ്റ് മതി. ചെസ്റ്റ് 73 to 78 സെൻറ്റിമീറ്റർ ആയിരിക്കണം. പിന്നെ ഈ പറയുന്ന സ്റ്റേറ്റുകളിലൊക്കെ താമസിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രദേശത്ത് താമസിക്കുന്നവർക്ക് എന്താണ് 162.5 സെൻറ്റിമീറ്റർ ഹൈറ്റ് മതി. 75 സെൻറ്റിമീറ്റർ മതി. ഇപ്പം മറ്റുള്ള ഉദ്യോഗാർത്ഥികൾ ജനറൽ ആയിട്ടുള്ള ഇപ്പം നമ്മുടെ കേരളത്തിലൊക്കെയുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവർക്ക് 165 സെൻറ്റിമീറ്റർ ഹൈറ്റും 75 to 80 സെൻറ്റിമീറ്റർ എന്താണ് ചെസ്റ്റും ഉണ്ടായിരിക്കണം കേട്ടോ. ഓക്കെ, കേരളത്തിലുള്ള SC/ST അതുപോലെ ആദിവാസിയൊക്കെ ആണെങ്കിൽ അവർക്ക് 160 സെൻറ്റിമീറ്റർ മതി ഹൈറ്റൊക്കെ. അപ്പോൾ ആ റിലാക്സേഷൻ അവിടെ ഉണ്ട്. ബാക്കിയുള്ളവർക്ക് നമുക്ക് 165 to ഈ പറയുന്ന 75 into 80 ആയിരിക്കണം ഈ പറയുന്ന ചെസ്റ്റ് വേണ്ടത് കേട്ടോ. സെലക്ഷൻ പ്രൊസീജിയറാണ്. ആദ്യത്തെ ഫസ്റ്റ് ഫേസ് നിങ്ങൾക്ക് റിട്ടൺ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ സിലബസ് ഓരോന്നിൻ്റെ ഇവിടെ വ്യക്തമായിട്ട് കൊടുത്തെങ്കിൽ ജസ്റ്റ് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇതിനടുത്ത് നിങ്ങൾക്ക് സെക്കൻഡ് ഫേസിൽ വരുന്നത് നമുക്ക് ഫസ്റ്റ് ഫേസ് ക്വാളിഫൈ ചെയ്താൽ റിട്ടൺ എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്താൽ നമുക്ക് ഈ പറയുന്ന സെലക്ഷൻ ബോർഡിൻ്റെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ്, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്, ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ, ട്രേഡ് ടെസ്റ്റ്, മെഡിക്കൽ എക്സാമിനേഷൻ ഇങ്ങനെ ഉണ്ടായിരിക്കും. ആദ്യം ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ആണ്, IT ചെസ്റ്റ് ഇതൊക്കെ മെഷർ ചെയ്യും. അത് ഓക്കെ ആണെങ്കിൽ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കും. 1 മൈൽ നമുക്ക് 8 മിനിറ്റ് കൊണ്ട് ഓടിയെത്തണം. ഹൈ ജമ്പ് ഉണ്ടായിരിക്കും 3 feet and 6 inch ആയിരിക്കണം. 3 ചാൻസ് ഉണ്ടായിരിക്കും നിങ്ങൾക്ക്. ഇത് ലോങ് ജമ്പിൽ നിങ്ങൾക്ക് 11 feet 3 inches ആണ് ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ ഡോക്യുമെൻറ്റേഷൻ ആണ്, ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ, പിന്നെ ട്രേഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതത് ട്രേഡിലുള്ള സ്കില്ല് നോക്കാൻ വേണ്ടിയുള്ള ട്രേഡ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് നമുക്ക് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. 2/6/2024 മുതൽ 1/7/2024 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്ലിക്കേഷൻ ഫീ വരുന്നത് SI അതുപോലെ ഈ പറയുന്ന പോസ്റ്റിലേക്ക് SI പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ 200 രൂപയും, ഹെഡ് കോൺസ്റ്റബിൾ പോസ്റ്റിലേക്കാണെങ്കിൽ 100 രൂപയാണ് വരിക. ഇതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ 47.20 നമുക്ക് എന്താണ് ഈ പറയുന്ന സർവീസ് ചാർജ് എക്സ്ട്രാ കൊടുക്കണം. അതായത് SI ആയിട്ട് അപ്ലൈ ചെയ്യുന്നവർ 247.20 കൊടുക്കണം. കോൺസ്റ്റബിൾ ആണെങ്കിൽ അല്ലെങ്കിൽ ഹെഡ് കോൺസ്റ്റബിൾ ആണെങ്കിൽ 147.20 എമൗണ്ട് നമ്മൾ പേ ചെയ്യണം. അത് ഓൺലൈനായിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. SC/ST കാൻഡിഡേറ്റ്സിനൊന്നും യാതൊരുവിധ എക്സ് സർവീസിനൊന്നും യാതൊരുവിധ ഫീസും കൊടുക്കേണ്ട, ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം. ഓക്കെ, പിന്നെ ഇതിലേക്ക് വേണ്ട SC/ST OBCൻ്റെ ഒക്കെ ഫോമും നിങ്ങൾക്ക് വേണ്ട സിലബസ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. താഴെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കാണാം SC/STൻ്റെ ഒരു ഫോർമാറ്റ്, സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് ഇതായിരിക്കണം കേട്ടോ. OBC അതുപോലെ EWS കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ OBCൻ്റെ ആണെങ്കിലൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഓരോന്നിൻ്റെയും വ്യക്തമായുള്ള സിലബസ് ഒക്കെ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സിലബസ് നോക്കാൻ വേറെ എങ്ങോട്ടും പോകണ്ട കേട്ടോ. എല്ലാത്തിൻ്റെയും സിലബസ് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് അതൊക്കെ ചെക്ക് ചെയ്യാം. ഇനി ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ആവുന്നതായിട്ട് ലിങ്ക് തരും. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു പേജിലേക്കായിരിക്കും നിങ്ങൾ ജസ്റ്റ് കാണിക്കുക. ഈ പേജിലേക്കായിരിക്കും BSF ഗ്രൂപ്പ്, B ഗ്രൂപ്പ്, C റിക്രൂട്ട്മെൻറ്റ് ആയിട്ട് കാണാം. ഇത് താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വരിക. നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് ലിങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഇമ്പോർട്ടൻറ്റ് ലിങ്ക് കാണാം. ഇവിടെ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. അപ്ലൈ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുന്നു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു പേജിലേക്കാണ് വന്നത്. അപ്പോൾ നിലവിൽ കറണ്ട് റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ നമ്മൾ ബാക്കിയുള്ളതിൻ്റെ വീഡിയോസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതോ 1-2 ചെയ്യാനുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ട് അതൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. നിങ്ങൾ നോക്കിയിട്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതാണ് ഗ്രൂപ്പ് B ആൻഡ് ഗ്രൂപ്പ് C. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ അതിൻ്റെ നേരെയുള്ള ബട്ടൺ നിങ്ങൾക്ക് ഇവിടെ കാണാം, അപ്ലൈ ഹിയർ എന്ന് കൊടുക്കുക. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൽ OTR ചെയ്യണം, 1 time രജിസ്ട്രേഷൻ ചെയ്യണം. അപ്പോൾ അതിന് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, നിങ്ങളുടെ പേര്, നിങ്ങളുടെ മൊബൈൽ നമ്പർ, ഇമെയിൽ ID ഒക്കെ കൊടുത്ത് നമ്മൾ OTP ഒക്കെ ജനറേറ്റ് നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അഡ്രസ് ഡീറ്റെയിൽസ്, അതർ ഡീറ്റെയിൽസ് ആണ് നമ്മൾ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ കൊടുക്കാനുണ്ട്. അതൊക്കെ കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഇതിലേക്ക് ഓൺലൈനായിട്ട് നമ്മൾ ഫില്ല് ചെയ്ത് പോകാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഫില്ല് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഇൻസ്റ്റയിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അയക്കാം. അപ്പോൾ ഇൻസ്റ്റയിൽ നമ്മളെ ഫോളോ ചെയ്യുക, നമ്മുടെ വീഡിയോസിനൊക്കെ ലൈക്ക് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ മറുപടി നൽകാം കേട്ടോ. കാരണം നമ്മളിവിടെ പരിഗണിക്കുന്നവർക്ക് നമ്മൾ കുറച്ച് ആദ്യം ഒരു പ്രിഫറൻസ് കൊടുക്കും. മറ്റുള്ളവർക്ക് മറുപടി കിട്ടില്ല എന്നല്ല, അവർക്കായിരിക്കും നമ്മൾ കുറച്ചും കൂടെ മുൻഗണന, നമ്മുടെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് നമ്മൾ കൂടുതൽ മുൻഗണന കൊടുക്കണമല്ലോ. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് താല്പര്യം അപ്ലൈ ചെയ്യാൻ നിങ്ങളുടെ കൂടുതൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.